ഇന്ന് നമ്മൾ കൊളീഷൻ എന്നുള്ള ഭാഗത്തേക്കാണ്. കൊളീഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് കൂട്ടിയിടിക്കുക എന്നുള്ള മീനിങ് ആണ്. കൊളൈഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിയിടിക്കുക. അപ്പോ നോക്കാം, രണ്ട് ബോഡീസ്, ഒരെണ്ണം ഫസ്റ്റ് ബോഡി മാസ് m1, second body mass m2. First body is moving with the velocity u1. Second body that is moving with the velocity u2, initial velocity. ഒരേ ലൈനിൽ തന്നെയാണ് മൂവ് ചെയ്യണമെന്നില്ലേ? അപ്പോ ഒരേ ലൈനിലാണ് മൂവ് ചെയ്യണേ. u1 u2 ബാക്കിൽ മൂവ് ചെയ്യും. If u1 is greater than u2, u1 u2നേക്കാൾ കൂടുതലാണെങ്കിൽ ഇതിന്റെ സ്പീഡ് കൂടിയാൽ കുറച്ച് ഇടിക്കും കൊള്ളാതെ. ഈ ടൈം ഓഫ് കൊളീഷൻ എന്ന് പറയുന്നത്, ടൈം ഇന്റർവൽ ഓഫ് കൊളീഷൻ, ഇടിയുടെ സമയം എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്. ഇറ്റ് ഈസ് വെരി സ്മോൾ. ഓക്കെ, ഇടിക്ക് ശേഷം ഒന്നാമത്തെ വെലോസിറ്റി u1 മാറി v1 ആയി. ഒന്നാമത്തെ ബോഡിയുടെ വെലോസിറ്റി u1 മാറിയിട്ട് v1 ആയി. രണ്ടാമത്തെ ബോഡിയുടെ വെലോസിറ്റി u2 മാറി v2 ആയി. u2 മാറി v2 ആയി. അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, കൺസിഡർ ടു ബോഡീസ് of masses m1 and m2, m1 m2 moving with velocities u1 and u2. Let them collide. u1 u2നേക്കാൾ കൂടിയ കാരണം വന്ന് collide ചെയ്തില്ലേ? Let v1 and v2 be their velocities. v1 be the velocity of m1, v2 be the velocity of m2 after collision. അങ്ങനെയാണെങ്കിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ഇത് പിടിക്കുമ്പോൾ ഫസ്റ്റ് ബോഡി സെക്കൻഡിന് ഫോഴ്സ് എക്സെപ്റ്റ് ചെയ്യും. ഫസ്റ്റ് ബോഡി സെക്കൻഡിന് ഫോഴ്സ് എക്സെപ്റ്റ് ചെയ്യും. ന്യൂട്ടന്റെ തേർഡ് ലോ, നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പറഞ്ഞിട്ടുണ്ട്. ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം ഒരു ബോഡി വേറെ ഫോഴ്സ് എക്സെപ്റ്റ് ചെയ്താൽ രണ്ടാമത്തെ ബോഡി തിരിച്ച് അതേ ഫോഴ്സ് തന്നെ ഫസ്റ്റ് മുതൽ എക്സെപ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എഴുതുമ്പോ F12 equals minus F21. F12 equals minus F21. നമ്മളത് ലോസ് ഓഫ് മോഷനിൽ പറഞ്ഞു. എന്താണ് F12? ഫോഴ്സ് ഓൺ 1 2 രണ്ടാമത്തെ ഒന്നിൽ എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ഈക്വൽസ് മൈനസ് എന്താണെന്നുള്ളത് പറയാം. F21 ഫോഴ്സ് ഓൺ 2 due to 1. ഇത് 1 2 എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് 2 1 എക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് ഒന്ന് ഇങ്ങനെ എക്സെപ്റ്റ് ചെയ്യും, അത് തിരിച്ച് ഇതുവരെ കാണും. ആ ഓപ്പോസിറ്റ് നിന്ന് കാണിക്കാനാണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് കാണിക്കാനാണ് മൈനസ് സൈൻ. ഇവിടെ F12 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു രണ്ടാമത്തെ ഒന്നും എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സ്. ഒന്നും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മെഷർ ചെയ്യാം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം മാസ് ടൈംസ് ആക്സിലറേഷൻ എന്നാണ്. F equals ma. അപ്പൊ ഫസ്റ്റ് ബോഡി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വെച്ചാൽ അതിന്റെ മാസ് ഇൻറ്റു അതും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ. അതും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫസ്റ്റ് ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ a1 ആണെങ്കിൽ we can write m1 a1 equals minus 2. ഇത് സെക്കൻഡ് ബോഡി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അപ്പൊ അതിനെ നമുക്ക് m2 എഴുതുക മൈനസ് m2. ഇനി let t be the time of collision. ഇടിക്കാൻ എടുത്ത സമയം
ടൈം ഇന്റർവെൽ ടി.എം. അത് വളരെ ചെറുതാണ്, ആയിക്കോട്ടെ, വളരെ ചെറുതാണ്. ചെറുത് സാധാരണ നമ്മൾ dt എന്നൊക്കെയാണ് എഴുതുക. തൽക്കാലം നമുക്ക് ടി എഴുതാം, കാരണം ഇത് ക്യാൻസൽ ചെയ്ത് പോകണമെന്നാണ്. അത് പ്രശ്നം വരില്ല. ടൈം ഇന്റർവെൽ, കൊളീഷൻ ടൈം ഇന്റർവെൽ ടി എന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് a1? നോക്കൂ, ഇടിക്ക് മുമ്പ് വെലോസിറ്റി u1 ആയി, ഇടി കഴിഞ്ഞപ്പോൾ വെലോസിറ്റി v1 ആയി. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് v1 മൈനസ് u1 ആണ്. അതിനെടുത്ത സമയം എത്രയാണ്? ടി ആണ്. ഇടി കഴിഞ്ഞപ്പോഴാണ് വെലോസിറ്റി മാറിയത്. അപ്പൊ ഇടിക്കാനെടുത്ത സമയം കൊണ്ടാണ് വെലോസിറ്റി u1 എന്ന് v1ലേക്ക് ചേഞ്ച് ചെയ്തത്. അപ്പൊ ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, v1 മൈനസ് u1 ബൈ t. സിമിലർലി അതേപോലെ തന്നെ a2 എന്ന് പറയുന്നത് v2 മൈനസ് u2 ബൈ t. ഇനി അതെടുത്ത് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ m1 ഇൻറ്റു a1 എന്ന് പറയുന്നത് v1 മൈനസ് u1 ബൈ t ഈക്വൽസ് മൈനസ് m2 ഇൻറ്റു v2 മൈനസ് u2 ബൈ t. നോക്കൂ, ടിയും ടിയും വെട്ടി ബ്രാക്കറ്റ് വിളിക്കാം. m1 v1 മൈനസ് m1 u1 ഈക്വൽസ് മൈനസ് m2, ഈ മൈനസ് m2 കൊണ്ടാണ് ഡിവൈഡ്, v2 മൈനസ് m2 ഇൻറ്റു മൈനസ് u2 പ്ലസ് m2 u. ഈ മൈനസിനെ അപ്പുറത്ത് കൊണ്ടുപോവാ, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ ടോട്ടൽ പ്ലസ് ആവുന്ന രീതിയിൽ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പ്ലസ് ആക്കി. അപ്പൊ m1 v1 പ്ലസ് m2 v2 ഇതിനെയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകും ഈക്വൽസ് m1 u1 പ്ലസ് m2 u2. തിരിച്ചു എഴുതാം, ഇങ്ങനെ എഴുതാം, m1 u1 പ്ലസ് m2 u2 ഈക്വൽസ് അങ്ങനെ വരും. LHS ഈക്വൽസ് RHS, RHS ഈക്വൽസ് LHS. m1 v1 പ്ലസ് m2 v2 വരും. അപ്പൊ ഇതെന്താണ് നോക്കാം. മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന സാധനം മൊമെന്റം ആണ് പറഞ്ഞിട്ടുണ്ട്. m1 u1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോഡിയുടെ മൊമെന്റം ബിഫോർ കൊളീഷൻ. u1 വെലോസിറ്റി ബിഫോർ കൊളീഷൻ ആണ്. അപ്പൊ m1 u1 എന്ന് പറയുന്നത് മൊമെന്റം ഓഫ് ദ ഫസ്റ്റ് ബോഡി ബിഫോർ കൊളീഷൻ. m2 u2 എന്ന് പറയുന്നത് മൊമെന്റം ഓഫ് ദ സെക്കൻഡ് ബോഡി ബിഫോർ കൊളീഷൻ. m1 v1 എന്ന് പറയുന്നത് മൊമെന്റം ഓഫ് ദ ഫസ്റ്റ് ബോഡി ആഫ്റ്റർ കൊളീഷൻ. m2 v2 എന്ന് പറയുന്നത് മൊമെന്റം ഓഫ് ദ സെക്കൻഡ് ബോഡി ആഫ്റ്റർ കൊളീഷൻ. അപ്പൊ ഇതെന്താ m1 u1 പ്ലസ് m2 u2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോഡിയുടെ മൊമെന്റം ബിഫോർ കൊളീഷൻ പ്ലസ് സെക്കൻഡ് ബോഡിയുടെ മൊമെന്റം ബിഫോർ കൊളീഷൻ അല്ലേ? അതായത് ഇതിനെ നമുക്ക് m1 u1 പ്ലസ് m2 u2 നെ നമുക്ക് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ എന്ന് പറയാം. ഈസ് ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2 നെ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബോഡിയുടെ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ പ്ലസ് രണ്ടാമത്തെ ബോഡിയുടെ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. അപ്പൊ ഇതെന്താ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. അപ്പൊ എന്താണ് ഇതിന് കിട്ടുന്ന കൺക്ലൂഷൻ? ഇതിന് കിട്ടുന്ന കൺക്ലൂഷൻ എന്താണ്? ടോട്ടൽ മൊമെന്റം when two bodies collide, total momentum before collision is equal to total momentum after collision. Total momentum before collision is equal to total momentum after collision. അതായത് കൊളീഷന് മുമ്പുള്ള എന്ത് മൊമെന്റം ഉണ്ടായിരുന്നോ അതേ മൊമെന്റം തന്നെയാണ് കൊളീഷന് ശേഷം ഉണ്ടാവുക. വെലോസിറ്റികളൊക്കെ മാറിയിട്ടുണ്ടാവും, പക്ഷേ ടോട്ടൽ മൊമെന്റത്തിന് മാറ്റം വരുന്നില്ല. അപ്പോ മൊമെന്റം കൺസർവ്ഡ് ആയി സംരക്ഷിക്കപ്പെട്ടു. നേടുന്നില്ല, നശിക്കണില്ല, ഉള്ളത് നിലനിന്ന് പോയി, കൺസർവ്ഡ് ആയി. അപ്പൊ ദിസ് ഈസ് ഓൾസോ കോൾഡ്
ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. നമ്മൾ ഓൾറെഡി ഒറ്റ ബോഡിയുടെ കൺസർവേഷൻ ഓഫ് മൊമെന്റം പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ബോഡിക്ക് നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ its momentum remains constant. If F equal to 0, P is constant. കാരണം F എന്ന് പറഞ്ഞാൽ dP by dt ആണ്. dP by dt 0 ആണെങ്കിൽ P constant ആണ് സിംഗിൾ ബോഡിയുടെ. ഇതിനും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം തന്നെ പറയണം. ഇതും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. കൊളീഷന്റെ കേസിൽ വരുമ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം നമ്മൾ എങ്ങനെയാ പറയാ? ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു total momentum after collision. Total momentum before collision is equal to total momentum after collision. So it is a very important thing you have to know. ഇത് സാധാരണ നമ്മൾ ലോസ് ഓഫ് മോഷനിൽ തന്നെ പറയാറുണ്ട്. പക്ഷെ ഇതിന്റെ ആപ്ലിക്കേഷൻ ഇവിടെ വരുന്ന കാരണം ഞാൻ ഇവിടെ പറഞ്ഞേ ഇനി എന്തിനാണ് ഇത് പറഞ്ഞത്? സോ കൺക്ലൂഷൻ എത്രയുള്ളൂ? when two bodies collide, total momentum before collision is equal to total momentum after collision. അത് ഓൾവേസ് വാലിഡ് ആണ്. എപ്പോഴും ആ കാര്യം സാധുവാണ്. ഇറ്റ് ഈസ് എ ലോ, അത് നിയമമാണ്. നിയമം എന്ന് പറഞ്ഞാൽ എപ്പോഴും വാലിഡ് ആയിട്ടുള്ളതാണ് നിയമമാണ്. ഇനി നോക്കാം, വീണ്ടും ഇതേ കേസ് എടുക്കാം. രണ്ട് ബോഡീസ് of mass m1 moving with velocity u1. Either second body moving with velocity u2. Let them collide. Collision ശേഷം ഒന്നാമത്തെ വെലോസിറ്റി v1 ആയി, രണ്ടാമത്തെ വെലോസിറ്റി v2 ആയി. അങ്ങനെയാണെങ്കിൽ മൊമെന്റം കൺസർവ്ഡ് ആണ്. മൊമെന്റം കൺസർവ്ഡ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? m1 u1 പ്ലസ് m2 u2 ഈക്വൽസ് m1 v1 പ്ലസ് n2 v2 എന്ന് ഇത് ഓൾവേസ് വാലിഡ് ആയിട്ട് ഇക്വേഷൻ. ഇനി നോക്കാം, ഈ മൂവിംഗ് ഓബ്ജക്റ്റിന് എവരി മൂവിംഗ് ഓബ്ജക്റ്റ് ഹാസ് ഗോട്ട് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി അപ്പോ ഈ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ എഴുതിയ പോലെ ഈക്വൽസ് ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ എഴുതാലോ. ഇതേപോലെ നമുക്ക് കൈനറ്റിക് എനർജിക്ക് എഴുതി എങ്ങനെ കിട്ടും? ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ എന്ന് എഴുതാം. പക്ഷെ അത് എപ്പോഴും സത്യമായി തോന്നുന്നില്ല. എല്ലാ കൊളീഷനിലും അത് ട്രൂ ആയിക്കോളുന്നില്ല. ആകാതിരിക്കാം. എന്താകാതിരിക്കാം? ചില കേസില് ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈക്വൽസ് ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ വരാം. മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ കൊളീഷനിലും സാധാരണ അത് സെയിം ആകാറില്ല, ആവില്ല. വളരെ അപൂർവമായിട്ടാണ് ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈക്വൽസ് ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ എന്ന് വരാറുണ്ട്. സാധാരണ അത് ഈക്വൽ ആവാറില്ല. കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഹീറ്റായിട്ടോ പല വഴിക്ക് പോയിട്ട് ആഫ്റ്റർ കൊളീഷൻ കൈനറ്റിക് എനർജി കുറച്ച് കുറയാൻ നമ്മൾ കാണാറ്. എങ്ങനെയാണ്? ഇഫ് ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈക്വൽസ് ഈസ് ഈക്വൽ ടു total kinetic energy after collision, then such collisions are called elastic collisions. If total kinetic energy before collision is equal to total kinetic energy after collision, then such collisions are called elastic collisions. അങ്ങനെ അല്ലെങ്കിലോ, if they are not equal, if total kinetic energy before collision
is not equal to total kinetic energy after collision, then such collisions are called inelastic collisions. Inelastic collisions. Inelastic collisions. നമുക്കിവിടെ നോക്കാനുള്ളത് elastic collision along a straight line, one dimension. രണ്ട് ബോഡീസ് ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യണം, കൊളൈഡ് ചെയ്തു. ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ നമുക്ക് കൊളൈഡ് ചെയ്യുന്നതിന് മുമ്പുള്ള മാസ്, രണ്ട് ബോഡികളുടെ മാസ് നമുക്കറിയാം. രണ്ട് ബോഡികളിൽ കൊളൈഡ് ചെയ്യുന്നതിന് മുമ്പുള്ള വെലോസിറ്റികളും അറിയാമെങ്കിൽ collision elastic ആണെങ്കിൽ what will be the velocities after collision? What will be the values of v1 and v2 after collision? നോക്കൂ, ഇവിടെ ഒരു ഇക്വേഷൻ m1 u1 plus m2 v2 equals m1 v1 plus m2 v2. ഈ ഇക്വേഷൻ ഓൾവേസ് വാലിഡ് ആണ്, എപ്പോഴും ശരിയായിരിക്കും. എങ്ങനെ കൊളീഷൻ നടന്നത് കൈനറ്റിക് എനർജി അങ്ങനെ ആവണമെന്നില്ല. ഈ ഇക്വേഷനിൽ നമുക്ക് m1 അറിയാം, u1 അറിയാം, m2 അറിയാം, v2 അറിയാം. We don't know v1 and v2. v1 v2 അറിയില്ല. ഇത് ഒരൊറ്റ ഇക്വേഷൻ എഴുതും. രണ്ട് ക്വാണ്ടിറ്റീസ് അറിയാത്തത് v1 അറിയില്ല, v2 അറിയില്ല. ഒരു ഇക്വേഷൻ വെച്ച് രണ്ട് അൺനോൺസ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല. രണ്ട് അൺനോൺസ് കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻ വേണം. ഏതാണ് രണ്ടാമത്തെ ഇക്വേഷൻ? ഇത് ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ ഇവിടെ kinetic energy is also concerned. During elastic collision, kinetic energy is concerned. അപ്പോൾ നമുക്ക് kinetic energyയുടെ കൺസെപ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇലാസ്റ്റിക് കൊളീഷനിൽ അത് കൺസേർവ്ഡ് ആവുന്നു. ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എന്താണ് പറയുന്നത്? ടോട്ടൽ kinetic energy before collision. എന്താ ഈ ടോട്ടൽ kinetic energy before collision എന്ന് പറഞ്ഞാൽ kinetic energy of the first body before collision plus kinetic energy of the second body before collision. Kinetic energy യുടെ ഫോർമുല half mu square. First body ആവും m1 u1 square plus before collision ആണ് half m2 u2 square. So we will get total kinetic energy before collision. This is equal to total kinetic energy after collision ആണ്. അതെങ്ങനെ കിട്ടും? Kinetic energy of first body after collision plus kinetic energy of second body after collision. Half m1 v1 square plus half m2 v2 square. Total kinetic energy after collision. So നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇതൊരു ഇക്വേഷൻ, ഇത് വേറൊരു ഇക്വേഷൻ. ഈ ഇക്വേഷനുകളെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് നമുക്ക് v1ന്റെയും v2ന്റെയും വാല്യൂ കണ്ടുപിടിക്കാം. അത് നമുക്ക് ചെയ്യാനുണ്ട്. ആ മാത്തമാറ്റിക്കൽ വർക്ക് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് ഞാൻ എടുക്കും. ഫസ്റ്റ് ഇക്വേഷൻ ഇത്. ഇനി ഞാൻ എന്ത് ചെയ്യും? ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തുകയാണ്. 1 ടേംസ് ഒരുമിച്ച് എടുക്കുന്നു, 2 ടേംസ് ഒരുമിച്ച് എടുക്കുന്നു. 1 ഇവിടെ 1 ഉം 2 ചേർന്നതാണ്. 1 ടേംസിനെ ഒരേ സൈഡിലേക്ക് കൊടുക്കുക. അപ്പൊ എനിക്ക് കിട്ടും m1 u1 മൈനസ് m1 v1. നോക്കൂ, ഈ m1 v1 എങ്ങനെ കൊണ്ടുപോകാൻ മൈനസ് ആയി, ഇതിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് മൈനസ് ആയി. അപ്പൊ ഇത് വന്നു m2 v2 മൈനസ് m2 u2. ഇതിന്റെയാണ് എഴുതുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം? എന്തിനാണ് അങ്ങനെ കൊണ്ടുവരുന്നത് ഗുണം വെച്ച് കഴിഞ്ഞാൽ ഈ m1 കോമൺ ഫാക്ടർ അത് പുറകിൽ കാണും. u1 മൈനസ് v1
ഈക്വൽസ് m1 പൊതുവായിട്ട് എടുത്തു m2 into v2 minus u2 അതവിടെ കിടക്കട്ടെ. അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 2. ഇനി ഡ്യൂറിംഗ് ഇലാസ്റ്റിക് കൊളീഷൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതുമ്പോൾ ഗുണം എന്താ ചെയ്യുക? ഇങ്ങനെ അല്ല, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് പൊതു കണക്കാണ്. ഹാഫ് ഇൻറ്റു ഇപ്പോഴും ഹാഫ് പുറത്തേക്ക് എടുക്കാം. അപ്പോ ആ രണ്ട് ഭാഗത്തേക്ക് ഹാഫുകൾ വെട്ടിപ്പോകും. ഹാഫുകൾ അപ്പൊ എന്ത് വന്നു? ഹാഫുകൾ പോയാൽ നമുക്ക് എങ്ങനെ കിട്ടി? m1 u1 square plus m2 u2 square equals m1 v1 square plus m2 v2 square. ഇനി ഇവിടെ ചെയ്ത പോലെ ഇതിലും ചെയ്യുക. എന്ത് ചെയ്യുക? 1 ടൈംസിനെ ഒരുമിച്ചെടുക്കുക, 2 ടൈംസിനെ ഒരുമിച്ചെടുക്കുക. എന്നതിന്റെ ഉദ്ദേശം, എന്റെ ഉദ്ദേശം v1 v2 കണ്ടുപിടിക്കലാണ്. അപ്പൊ ഞാൻ അവിടെ ചെയ്യുന്നു m1 u1 സ്ക്വയർ, ഇതിനെ 1 മൈനസ് ആയി m1 v1 സ്ക്വയർ ഈക്വൽസ് ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോവാണ് m2 v2 സ്ക്വയർ മൈനസ് m2 u2 സ്ക്വയർ. നോക്കൂ, ഇതിനെ അവിടെ കൊണ്ടുപോയി, അപ്പൊ മൈനസ് ആയി. ഇനി ഇതേപോലെ തന്നെ m1 എടുത്തു, u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ m1 into m1 പുറത്തേക്ക് എടുത്തു, കോമൺ ആണ്, m2 into v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. റൈറ്റ്? ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു വെച്ചാൽ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. That we will do in the next class. ഇത്രയും എത്തിയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വിചാരിക്കുന്നു. നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ തുടർച്ചയാണ് എടുക്കുക. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം.